ഹായ് ഗായ്സ്, നമ്മളെവിടേക്കാ പോകുന്നേ? ഞങ്ങളിന്ന് വർക്കലേക്ക് പോവാണ് കസിൻസ് എല്ലാവരായിട്ട്. ലൈക്ക് അപ്പൊ നമ്മളിനി ഞങ്ങൾ വന്ദേ ഭാരതിലാണ് പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് വന്ദേ ഭാരത്. അതെ, എല്ലാവരും ഫസ്റ്റ് ആണ്. ഈ കാറിനകത്ത് എല്ലാവരും ഫസ്റ്റ് സെക്കൻഡ്. അപ്പോ നമുക്കിനി വന്ദേ ഭാരതിൽ എത്തിയിട്ട് കാണാം. ഇപ്പൊ ഞങ്ങൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 9:49 സമയം. തൃശ്ശൂർ ചെന്ന് വേണം ഞങ്ങൾക്ക് കയറാനായിട്ട്. 10:30 വന്ദേ ഭാരത്. സോ ലെറ്റ്സ് സീ. റെയിൽവേ സ്റ്റേഷനിൽ എത്തി. സമയത്ത് റെഡി 10:20 റെയിൽവേ സ്റ്റേഷനിൽ എത്തി. നമുക്ക് വന്ദേ ഭാരത് വെയിറ്റ് ചെയ്യാം. കസിൻസ് കുറച്ച് നാളക്കാരാണ്. അപ്പൊ നമ്മള് വന്ദേ ഭാരതിനകത്ത് എത്തി. വന്ദേ ഭാരതിൽ നിന്ന് കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറൊക്കെ കിട്ടി കേട്ടോ. അങ്ങനെ നമ്മൾ കോഫിക്ക് ഉണ്ടാക്കി കുടിച്ചു. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. കോഫി കുടിച്ചു ഉറങ്ങി നീറ്റ് വന്നപ്പോഴേക്കും ഉച്ചക്കലത്തെ ലഞ്ച് വന്നു. എന്തൊക്കെയായിരുന്നു? ചോറ്, അവിയൽ, ചിക്കൻ, മലബാർ ചിക്കൻ, പിന്നെ അടപ്രഥമൻ, അങ്ങനെ കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ആലപ്പുഴയിലെത്തി. ആലപ്പുഴ സ്റ്റേഷനിലെത്തി. ഫുഡൊക്കെ വന്നു. ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? എന്തായിരുന്നു? അടപ്രഥമൻ. കുഴപ്പമില്ല, ഫുഡൊക്കെ ഓക്കെയാണ്. ഞങ്ങൾക്ക് എന്താ നോൺ വെജ് ആയിരുന്നു കഴിച്ചത്. മോശം പറയുന്നില്ല, കഴിക്കാം, നമുക്ക് തിന്നാൻ പറ്റുന്നുണ്ട്. ദൈവം ഗ്രഹിച്ചു. ഹായ്, ഇത് ലച്ചു, ഇത് കാറ്റി. നമ്മള് 3 പേരും കൂടെയാണ് ഇവിടെ ഇരിക്കുന്നത് സീറ്റില്, അല്ലേ? എക്സൈറ്റഡ് ആണോ നിങ്ങൾ? ഗൈസ്, നമ്മളിപ്പോ എവിടെ എത്തി? കൊല്ലത്തെത്തിയിരിക്കുകയാണ്. ഇനി വർക്കിലേക്ക് പോകാൻ കൊല്ലത്തുനിന്ന് ട്രെയിൻ കയറണം. അപ്പൊ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം. കേൾക്കുന്നുണ്ടാവോ പറയുന്നത്? നമ്മളങ്ങനെ ലാസ്റ്റ് വർക്കിലെത്തി. എവിടെ എത്തി? റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുള്ളൂ. ഇനി നമ്മൾ ഇവിടുന്ന് സ്റ്റേക്ക് പോകുന്നു. ബൈ. നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റേ. വർക്കല മഴ കൊണ്ടുപോയി. അതെ, നമുക്കറിയായിരുന്നു മഴ പെയ്യുന്നു. പിന്നെ ലോകം മൊത്തം മഴയാണല്ലോ. ലോകം മൊത്തമില്ല. ഞങ്ങൾ ക്ലിഫിലെത്തി. ബാക്കിൽ അതാണ് ക്ലിഫ് ബീച്ച്. അല്ല, ക്ലിഫ് ബീച്ച്. ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉള്ളൂ. ബാക്കി ആൾക്കാരെ കാണാനില്ല. തപ്പിക്കണ്ടുപിടിക്കണം എവിടെയാണോ. ലെറ്റ്സ് ഗോ. ഇനി കണ്ടുപിടിച്ചിട്ട് ബാക്കി കാണാം. നമ്മളെടുക്കുന്ന നടക്കണം ക്ലിഫിന്റെ ഉള്ളിലേക്കാ. ഇത് സൗത്ത്. ഇതാണ് സൗത്ത്. നമ്മൾ സൗത്ത് ക്ലിഫിലേക്ക് പോവുകയാണ്. അതെ, വേറെ വഴിയൊന്നുമില്ല. ഈ ഒരു ഒറ്റ വഴിയുള്ളൂ. കുത്തനുള്ള സ്റ്റെപ്പാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ആൻഡ് നമ്മൾ എവിടേക്ക് പോകുന്നത്? ആ ബീച്ചിലേക്ക്. ഞങ്ങള് സൗത്ത് ബീച്ചിൽ ഇറങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഞങ്ങൾ അനുവദിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ നോർത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചു. ഇനി അവിടെ എത്തുമ്പോഴത്തെ സാഹചര്യം അറിഞ്ഞൂടാ. ബട്ട് മിക്കതും ഞങ്ങൾ അവിടെയും ഇറങ്ങാൻ വലിയ ചാൻസ് ഒന്നും കാണുന്നില്ല. ഇത് എൻ്റെ 2ാമത്തെ വട്ടം വർക്കല. ഇത് മാസ്റ്റർ ഇൻ വർക്കല ട്രിപ്പാണ്. 3ാമത്തെയാണ്. 3 ഇതിലും വെച്ച് നോക്കുമ്പോൾ നിനക്ക് ഏതാണ് ഇഷ്ടമായത്? അങ്ങനെയൊന്നുമില്ല, എല്ലാം നല്ലതായിരുന്നു. ഓരോന്നും ഓരോ ആൾക്കാരുടെ കൂടെ വൈബ് വേറെ വേറെ ആയിരുന്നു. അതെ, ഇത് ഞാൻ അന്ന് വന്നത് വെയിലത്തായിരുന്നു, ഇന്ന് വന്നത് മഴയത്തായിരുന്നു. നല്ല ഡിഫറൻസ് ഉണ്ട്. കാണാൻ നിങ്ങൾ വല്ലപ്പോഴും പുറത്തിറങ്ങണം ഗൈസ്. ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിയുള്ളൂ. ഇപ്പോഴും നല്ല മഴയാട്ടോ. മഴയ്ക്ക് മാത്രം ഒരു കുറവും വന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഫോട്ടോസ് അങ്ങനെ എടുക്കാൻ സാധിക്കുന്നില്ല മഴയായി കാരണം. എന്നാലും ഞങ്ങളുടെ സ്കില്ല് കൊണ്ട് ഞങ്ങൾ ഫോട്ടോസ് എടുത്തു. അത് ഞങ്ങളുടെ സ്കില്ല്, വെറും ഞങ്ങളുടെ കഴിവില്ലാത്തവർ വന്നിട്ട് കാര്യമില്ല. ഫൈനലി ഞങ്ങള് ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു. ഇപ്പോഴും മഴയ്ക്ക് കുറവൊന്നുമില്ല. കുടയുണ്ട് നമ്മുടെ കയ്യിൽ കേട്ടോ. ഞങ്ങളെ ഇപ്പോഴാണ് ഒന്ന് ബീച്ചിലേക്ക് വരുന്നത്. സമയം 7 മണി എന്തോ ആയി. ഇപ്പോൾ വിസിലടിച്ച് എല്ലാവരും കയറ്റാൻ ചാൻസ് ഉണ്ട്.
എന്നാലും ഞങ്ങൾ ഇറങ്ങുന്നു, കാരണം ദൈവമില്ല. ഇവിടം വരെ എത്തിയതാണല്ലോ. വർക്കല വരെ വന്നിട്ട് ഒന്ന് ബീച്ച് കണ്ടില്ലെങ്കിൽ അത് ബീച്ചിനൊരു മോശക്കേടായി തോന്നിയാലും വിചാരിച്ചിട്ടാണ്, അല്ലാതെ നമുക്ക് ആഗ്രഹമൊന്നുമില്ല അങ്ങനെ ബീച്ചിൽ കയറുന്നു. ഇവൾക്ക് വെള്ളം അലർജിയാ, അതുകൊണ്ട് എനിക്ക് നടക്കാൻ പോയിട്ട് ഞാനും മന്തും കാല് നനയ്ക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അയ്യോ എനിക്കിഷ്ടല്ലാന്ന്, അയ്യോ കാല് നനഞ്ഞേ. ഇവർ 3 പേരും വെള്ളത്തിലേക്ക് പോകുന്നുണ്ട്. ഞാൻ കരയില്ലേ. ഫുഡിനൊക്കെ കഴിഞ്ഞു. മഴ മാത്രം ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. അതാണ് ഞങ്ങളിങ്ങനെ എന്താ കൊട കയ്യിൽ നിന്ന് താഴെ വയ്ക്കാൻ ഒരു അവസരം കിട്ടുന്നില്ല ഞങ്ങക്ക്. What we recommend most is don't come with family to വർക്കല. നിങ്ങൾ പരമാവധി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരാം. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം ഫാമിലിയുടെ കൂടെ വന്നാൽ നമുക്ക് ഒന്നിനും ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നതല്ല. ബേസിക്കലി ഇവറ്റിങ്ങൾക്കൊക്കെ നല്ല പ്രായം ഉണ്ടല്ലോ. അയ്യോ ഇത് എന്തിനേം നടക്കണേ. കാരണം നമ്മുടെ ചെവി തിന്നലാണ് അവരുടെ മെയിൻ എന്റർടൈൻമെന്റ്. അതായത് വർക്കലയിൽ വന്നാൽ നടക്കാനുണ്ട് കുറെ, പക്ഷെ വീട്ടുകാർക്ക് നടക്കാനും വയ്യ. എന്നാ ഇവിടെ ഫുൾ മറ്റേ കടകളും സൈഡ് വ്യൂ ആസ്വദിക്കലാണല്ലോ മെയിൻ. ഇവർക്ക് അതൊന്നും ആസ്വദിക്കാനും വയ്യ. അപ്പൊ പിന്നെ ഇവരെ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് കമന്റ്സ് കേൾക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കൊണ്ടുവന്നു. അതെ, പിന്നെന്താ, പിന്നെ വീട്ടുകാരായി പോയില്ലേന്ന് വിചാരിച്ച് ഞങ്ങൾ സഹിക്കുന്നു. വേറെ വഴിയില്ല. നമ്മളവരെ കൊണ്ടുവന്നു, അല്ല അവര് നമ്മളെ കൊണ്ടുവന്നാണല്ലോ. മറക്കരുതല്ലോ. എന്തായാലും അവരെ നമ്മളെ കൊണ്ടുവന്നു. അപ്പൊ പിന്നെ നമ്മൾ അവരുടെ കൂടെ നടക്കാ സഹിച്ച്. പിന്നെ ഇപ്പൊ നമ്മക്ക് ഇനി ഒരു വട്ടം വരാല്ലേ തന്നെ. അതെ, കാരണം ഞങ്ങൾക്ക് വർക്കല അറിയാം. കാരണം ഞങ്ങളുണ്ടല്ലോ സൗത്ത് ക്ലിഫിന്ന് നോർത്ത് വരെ ഫുൾ കറങ്ങി. അതായത് സൗത്ത് ക്ലിഫിന്ന് നോർത്തിലേക്ക് നടന്നു. ക്ലിഫിൽ കൂടെ നടന്ന് പിന്നെ ആ ഒരു അറ്റെത്തി. ഇനി വർക്കലയിലെ ഒരു ഭാഗം കാണാൻ ഞങ്ങൾക്ക് ബാക്കിയില്ല. അത് ഞങ്ങള് നോർത്തിൽ നിന്ന് തിരിച്ച് കറങ്ങി വീണ്ടും സൗത്തിലെത്തി. ഇനി നമുക്ക് വർക്കലയിലൊന്നും അല്ലേ മുക്കും മൂലയും ഞങ്ങൾ കണ്ടു. ഓരോ അരുമണിയും പറക്കി അതേപോലെ ഞങ്ങൾ വർക്കലയിലെ ഓരോ അരുമണിയും പറക്കി തിരിച്ച് ഞങ്ങൾ സ്റ്റേയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങക്ക് രാത്രി പോണെന്നൊക്കെ ഉണ്ടായിരുന്നു ഏത് കഫയിലേക്കൊക്കെ. ഞങ്ങൾ ചോദിച്ചു, വീട്ടുകാരോട് ചോദിച്ചു. അപ്പൊ റിയാക്ഷൻ എന്തായിരുന്നു? ഞങ്ങളുടെ ഫാമിലി ഭയങ്കര ഫ്രീഡം തരുന്ന ഫാമിലി. അതെ, ഞങ്ങക്ക് പിള്ളേർക്ക് നല്ല ഫ്രീഡം ഒക്കെ തരുന്ന ഒരു ഫാമിലിയാണ്. അത് കാരണം പറഞ്ഞു ഇനിയാ അവർക്ക് ഞങ്ങളെ കെട്ടിച്ച് വേറെ വീട്ടിലോട്ട് വിടാൻ മാത്രമേ അറിയൂ. അതെ, ഞങ്ങളുടെ ഫ്രീഡം അത്രേ ഉള്ളൂ. അത് കാരണം ഓക്കെ. ഈ രാത്രി ഇരുട്ടത്താണല്ലോ എവിടേക്ക് പോകുന്നത്, ക്ലിഫിലേക്കൊക്കെ പോണേന്ന് പറഞ്ഞു. പക്ഷേ അപ്പൊ നമ്മൾ വിചാരിച്ചു എന്നാ പിന്നെ അവരില്ലാണ്ട് അവരൊഴിവാക്കി എപ്പോഴെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒരു ജന്മത്തെ നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്കത് പോവാമെന്ന് തീരുമാനിച്ചു.